എന്താണ് ഇത് തന്നെ വഴി നിങ്ങ വാ. എന്റെ പൊന്നു ബ്രോക്കർ, ഇത് കൊറേ നടപ്പിടക്കാൻ തുടങ്ങി. ഇതുവരെ നടപടിയാവോ? നടപടിയാണെങ്കിൽ ബ്രോക്കറെ പിടിച്ച് ഇടിക്കും കേട്ടാ. 100% ഞാൻ ഉറപ്പുവരാം. എന്തായാലും നടക്കും. നിങ്ങ വാ. നടക്കണം. നടന്നാ മതി. ഇത് എവിടാണിത്? 2 വീടപ്പുറം. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഏതോ പെണ്ണിന്റെ വീട്ടുകാർ പിടിച്ചിടിച്ചെന്നാ ബസ് സ്റ്റോപ്പിൽ പൈസ തരാണ്ട് ഇറക്കി കിട്ടുന്നൊക്കെ പറഞ്ഞത്. അതാണ് സംഭവം. എടാ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. ഇത് നീട്ടിയിട്ടതാ. എടാ അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ നല്ലൊരു കല്യാണ കേസാണ് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തത്. ചെക്കന് 5-6 ATM കാർഡും കാറൊക്കെ ഉണ്ട്. ആ പക്ഷെ ചെക്കനുണ്ടല്ല MBBS വലിച്ചു വരുന്നടാ. MBBS ആ ATM കാർഡ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് MDMA. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നത്. ഇനി ഇതും അതുപോലെ വല്ല വള്ളിയാവോ? ആവും. എടാ ഞാൻ നിന്നെ 10-20 പെണ്ണുണ്ട്. 60. 60 കാണിച്ചിട്ടില്ലേ? അത് വല്ലതും വള്ളിയായിട്ടുണ്ടാ? എന്റെ ഒരു ഡൗട്ടേ, ഇവനിക്കുള്ള പെൺകുട്ടി ഇനി പിറന്നിട്ടില്ലെങ്കിലോ? വേണ്ടായിരുന്നല്ലേ? ഇത് തന്നെയാണല്ലോ അല്ലേ? തല്ലുള്ളൂ. ഏയ് മണികുണ്ടനല്ലടോ, മണികണ്ഠൻ. ബംഗാളിനൊക്കെ പണിക്കെത്തിയേക്കുന്നു. ഓ രാജയാവും. ഇനി നിനക്ക് പണിക്ക് കൊണ്ടല്ല. എന്റെ പ്രാർത്ഥന ബംഗാളിയും പണ്ടെടുപ്പിച്ച് ജീവിക്കാൻ നിനക്ക്. നല്ല ഇതൊക്കെ ഇവനും കൂടെ അവകാശമുള്ളൂ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ശുക്ല. എനിക്ക് 2 പെൺകുട്ടികള്. അതില് 2 പേരിൽ ഒരാളെ പെരുമ്പാവൂർ കല്യാണം കഴിച്ചു. ഈ ബംഗാളിയാണ് പെണ്ണിന്റെ അച്ഛൻ. അവിടെ മൂത്താളെ പേര് ഓൻപൂരി. അത് ഓമ്പൂരല്ല. എന്ത് പണ്ടാറോ കിട്ടണേ. ആ ചെറുക്കന്റെ ജോലി തന്നെ. ചെക്കൻ 10 നിലയുള്ള ബിൽഡിങ്ങിലെ ജോലിക്കാരനാണ്. ഓ 10 നില. ഓ നമ്മളാ മോള് വിളിക്കണ ഞാൻ അല്ല മണികണ്ഠൻ. മണികണ്ഠൻ മോള് പറയണത് സർക്കാർ ജോലിയുള്ള ആളുകളായിട്ട് കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എടോ, തന്റെ മോള് ഒരു കാലത്തും കെട്ടത്തറക്കാട്ടിൽ ഒന്നും എടുത്തോളട്ടെ. ഞാൻ ശരിയാക്കി തരാട്ടെ. ഞാൻ എവിടെ നിന്ന് കിട്ടിയോളൂ ഇയാളെ? എന്താണ് നമുക്കൊന്നും കൂടെ സംസാരിച്ചിട്ട്. ബംഗാളിക്ക് ഡിമാൻഡ്. എടോ 10 നില ഉണ്ട് താങ്കൾ. 10 നില തന്റെ മോള് ഇവിടെ ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുള്ളൂ.